is 3 address code of boolean expressions. ഇനി boolean expressionsനെ എങ്ങനെ 3 address കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. First of all, what is boolean expression? Boolean expression is a logical statement that is either true or false. Boolean expressions the value may be true or may be false. True means 1, false means 0. ഇനി സാധാരണ ഇങ്ങനത്തെ ബൂളിയൻ എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പോലെയുള്ള കോഡിലെ കണ്ടീഷൻസ് എക്സ്പ്രഷൻസ് ആയിട്ടാണ്. നമ്മൾ വൈൽ, ഈഫ്, അവിടെയൊക്കെ കണ്ടീഷണൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ആ കണ്ടീഷണൽ എക്സ്പ്രഷനിലാണ് ഈ ബൂളിയൻ എക്സ്പ്രഷൻസ് വരുന്നത്. ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് അറിയാലോ, ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന എക്സ്പ്രഷൻസ് ആണ് ബൂളിയൻ എക്സ്പ്രഷൻ. നമുക്ക് നോക്കാം. ബൂളിയൻ എക്സ്പ്രഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ബൂളിയൻ ഓപ്പറേഷൻസ് ഓർ റിലേഷണൽ ഓപ്പറേഷൻസ്. എന്താണ് ബൂളിയൻ ഓപ്പറേഷൻസ്? ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് ബൂളിയൻ എക്സ്പ്രഷൻസ്, ബൂളിയൻ ഓപ്പറേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഓപ്പറേറ്റർ ആൻഡ് ഓർ നോട്ട്, ഇ ഓർ ഇ ആൻഡ് ഇ, നോട്ട് ഇ, എക്സെട്ര. ഇവിടെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ആണ്, ആൻഡ് ഓർ നോട്ട് എക്സെട്ര. ഇനി നെക്സ്റ്റ് നമുക്ക് ഓപ്പറേറ്റേഴ്സ് അലൗഡ് ആയിട്ടുള്ളത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോമായിരുന്നാണ് ഐ ഡി, റിലോപ്പ്, ഐ ഡി. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെ ആയിരിക്കും? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അങ്ങനെയുള്ള റിലേഷൻ ഓപ്പറേറ്റേഴ്സ്. ഈ ഒരു ടൈപ്പ് എക്സ്പ്രഷൻസ് ആണ് ബൂളിയൻ എക്സ്പ്രഷൻ. ഇതിന്റെ എല്ലാം വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ്. ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പ്രഷന്റെ വാല്യൂ, അതിലേക്ക് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. നമുക്ക് രണ്ട് തരത്തിൽ ബൂളിയൻ എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഐദർ യൂസിങ് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ഓർ യൂസിങ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇനി ഈ ബൂളിയൻ എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമിംഗ് കോഡ് സെക്ഷനിലെ വൈൽ, ഈഫ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിലെ കണ്ടീഷണൽ എക്സ്പ്രഷൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നുണ്ട്, കുറേ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബൂളിയൻ എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഈ ബൂളിയൻ എക്സ്പ്രഷൻ എങ്ങനെയാണ് 3 അഡ്രസ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സിമാന്റിക് ആക്ഷൻസ് ആണ്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ 3 അഡ്രസ് കോഡ് എഴുതാൻ പറ്റുള്ളൂ. ഫണ്ട്സ് അതുകൊണ്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് ബൂളിയൻ എക്സ്പ്രഷൻ എത്തിക്കുന്നത് ഇ ഗീവ്സ് E1 ഓർ E2. ഇതിൽ ഓർ ഓപ്പറേറ്റർ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഓർ ഓപ്പറേറ്റർ ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സിമാന്റിക് ആക്ഷൻ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ സിമാന്റിക് ആക്ഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. ഇ ഡോട്ട് പ്ലേസ്, ഈ ഡോട്ട് പ്ലേസ് ആണ് ഒരു വാല്യൂ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇ ഡോട്ട് പ്ലേസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ടെംപ്. ന്യൂ ടെംപ് എന്നാണ് ഒരു പുതിയ വാരിയബിൾ മെമ്മറി സ്പേസ് ഇതിലേക്ക് അസൈൻ ചെയ്തു. അതായത് ഇ ഡോട്ട് പ്ലേസ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള മീനിങ്ങിലാണ് ഇത് എഴുതുന്നത്. ഇ ഡോട്ട് പ്ലേസുകൾ ന്യൂ ടെംപ്. നമ്മൾ ന്യൂ നോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാറില്ലേ, നോഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാറില്ലേ, ഒരു സ്പേസ് ഒരു മെമ്മറി അലോക്കേഷൻ നടത്താറില്ലേ, ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ന്യൂ ടെംപ്. ആക്ച്വലി ഇതിന്റെ മീനിങ് ഇ ഡോട്ട് പ്ലേസ് എന്ന ഒരു വാരിയബിൾ ക്രിയേറ്റ് ആയി, മെമ്മറി അലോക്കേഷൻ അലോക്കേറ്റഡ് ആയിട്ടുണ്ട്. ഇനി എമിറ്റ്, ഇ ഡോട്ട് പ്ലേസ് ഈക്വൽ ടു E1 ഡോട്ട് പ്ലേസ് ഓർ E2 ഡോട്ട് പ്ലേസ്. ഇതിൽ എമിറ്റ് എന്ന് പറയുന്ന കോഡ് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ കറസ്പോണ്ടിങ് 3 അഡ്രസ് കോഡാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് ഇതിന്റെ മീനിങ്. ഇതാണ് എമിറ്റ് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് E1 ഓർ E2 എന്ന് പറയുന്നതിന്റെ സിമാന്റിക് ആക്ഷൻ ആണ് ഈ കാണുന്നത്. ഈ ആക്ഷന്റെ കറസ്പോണ്ടിങ് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യാനാണ് കോഡാണ് എമിറ്റ് എന്ന് ഉദ്ദേശിച്ചത്. നമുക്കിതിന്റെ ആക്ഷൻ ഒന്ന് നോക്കാം. ഇ ഡോട്ട് പ്ലേസ് ഈക്വൽ ടു E1 ഡോട്ട് പ്ലേസ് ഓർ E2 ഡോട്ട് പ്ലേസ്. E1 എന്ന് പറയുന്ന വാരിയബിൾ, അതായത് E1 എന്ന് പറയുന്ന വാരിയബിളിന്റെ ആട്രിബ്യൂട്ട് ആഡ് ചെയ്ത് മാത്രം E1 ഡോട്ട് പ്ലേസ് ഓർ E2 ഡോട്ട്, ഇത് ചെയ്തിട്ടുള്ള വാല്യൂ ഇ ഡോട്ട് പ്ലേസിൽ സ്റ്റോർ ചെയ്യാം, അസൈൻ ചെയ്യാം. ഇങ്ങനെയാണ് ഈ ഒരു ബൂളിയൻ എക്സ്പ്രഷന്റെ കറസ്പോണ്ടിങ് സിമാന്റിക് ആക്ഷൻ. ഇതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. നെക്സ്റ്റ് E1 ആൻഡ് E2. E1 ആൻഡ് E2 എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ്, ഒരു മെമ്മറി സ്പേസ് അലോട്ട് ചെയ്തു. ഇ ഡോട്ട് പ്ലേസ് എന്ന വാരിയബിളാണ് നമ്മൾ അതിന് എടുത്തിരിക്കുന്നത്. സോ ഇ ഡോട്ട് പ്ലേസ് ഈക്വൽ ടു ന്യൂ ടെംപ്. ഇനി ഈ വാല്യൂവിലേക്കാണ് നമ്മളിത് ചെയ്ത ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഇ ഡോട്ട് പ്ലേസ് ഈക്വൽ ടു E1 ഡോട്ട് പ്ലേസ് ആൻഡ് E2 ഡോട്ട് പ്ലേസ്. ഇനി ഈ എമിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു
കോഡാണ്, ഓപ്പറേഷനാണ്. അതുപോലെ തന്നെയാണ് നോട്ട് E1. E ഡോട്ട് പ്ലേസ് ഈക്വൽ ന്യൂട്ടം ലിമിറ്റ് E1 ഡോട്ട് പ്ലേസ് ഈക്വൽ നോട്ട് E1 ഡോട്ട് പ്ലേസ്. E1ൻ്റെ നോട്ട് പ്ലേസ് ഇയിലേക്ക് അസൈൻ ചെയ്യും, ഈ ഡോട്ട് പ്ലേസിലേക്ക്. ഇത്രയും നമ്മൾ 3 ചെയ്തത് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ്, ഓർ ആൻഡ് നോട്ട് വെച്ചിട്ടാണ്. ഇനി നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത് ID1 റീലോപ്പ് ID2 ആണ്. ID1 മീൻസ് എ, ഫോർ എക്സാമ്പിൾ എ ലെസ് ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി, എ നോട്ട് ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ 2 ഐഡൻറ്റിഫയർ, ഇവിടെ വരുന്ന ഓപ്പറേറ്റേഴ്സ് മാത്രം റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് മാറി മാറി വരും. അങ്ങനെയുള്ള ഒരു ഫോമാറ്റിലാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സിമാൻറ്റിക് ആക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആദ്യത്തെ പോലെ തന്നെ E ഡോട്ട് പ്ലേസ് ഈക്വൽ ടു ന്യൂട്ടൺ, ദെൻ എമിറ്റ് ID1 ഡോട്ട് പ്ലേസ്, അത് ഈ ഐഡിയുടെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ടാണ്. ID1 ഡോട്ട് പ്ലേസ് റീലോപ്പ് ID2 ഡോട്ട് പ്ലേസ്, അതായത് ID1 റീലോപ്പ് ID2. ഇഫ് ID1 റീലോപ്പ് ID2 ഗോ ടു നെക്സ്റ്റ് പ്ലസ് 3. ഈ നെക്സ്റ്റ് പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെമ്മറി അഡ്രസ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്രസ്സ് വെച്ചിട്ട് കൗണ്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഉള്ള അഡ്രസ് ലൊക്കേഷനിൽ നിന്ന് +3 ആഡ് ചെയ്തിട്ടുള്ള ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത്. go to next plus 3. So emit ID1 dot place relop ID2 dot place എന്നാണ് go to next plus 3. ഈ കണ്ടീഷൻ ഇവിടെ ഏത് ഓപ്പറേറ്റർ ആണോ ഓപ്പറേറ്റർ വെച്ചിട്ട് എ ലെസ് ദാൻ ബി, അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ബി ആണ് എങ്കിൽ ഈ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യണം. അല്ല എങ്കിൽ ദെൻ ഈ കണ്ടീഷൻ താഴെയുള്ളത് വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് അഗെയിൻ എമിറ്റ് E ഡോട്ട് പ്ലേസ് ഈക്വൽ ടു 0. E ഡോട്ട് പ്ലേസിലേക്ക് 0 അസൈൻ ചെയ്യും. ഗോ ടു നെക്സ്റ്റ് പ്ലസ് 3. ഗോ ടു എന്ന് നെക്സ്റ്റ് ഇപ്പോഴുള്ള മെമ്മറി അഡ്രസ്സിന് 2 ആഡ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് ജമ്പ് ചെയ്യും. അതായത് ഇത് അല്ല എങ്കിൽ ഇനി ഇവിടുന്ന് നമ്മൾ നെക്സ്റ്റ് 3ലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ആണെങ്കിൽ 3 എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ആയിരിക്കും. ഇവിടെയുള്ള ലൊക്കേഷനിൽ 3 ആഡ് ചെയ്ത് കഴിഞ്ഞു അത് ഇതായിരിക്കും. അതായത് അല്ലെങ്കിൽ E ഡോട്ട് പ്ലേസ് ഈക്വൽ ടു 1. A or B and not C. ഇതാണ് തന്നിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ. ഈ ബൂളിയൻ എക്സ്പ്രഷൻ്റെ 3 അഡ്രസ് കോഡാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. A or B and not C. ഇങ്ങനൊരു ബൂളിയൻ എക്സ്പ്രഷൻ തരുമ്പോൾ നമുക്ക് അതിന് 3 അഡ്രസ് കോഡ് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ സിൻടാക്സ് ട്രീ ക്രിയേറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് എളുപ്പത്തിൽ ബൂളിയൻ എക്സ്പ്രഷൻ കോഡ് എഴുതാൻ പറ്റും. നമ്മൾ സിൻടാക്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രിസിഡൻസ് ഓർഡർ മനസ്സിലായിരിക്കണം. പ്രിസിഡൻസ് ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിസിഡൻസ് ഈസ് ഫോർ നോട്ട് ഓപ്പറേറ്റർ, ദെൻ ആൻഡ്, ദെൻ ഓർ. അപ്പോൾ ആദ്യം നോട്ടിന് പ്രിസിഡൻസ് കൊടുക്കണം, പിന്നെ ആൻഡ്, പിന്നെ ഓർ. അപ്പോൾ തന്നിട്ടുള്ള എ ഓർ ബി നോട്ട് സി. ഞാൻ ആദ്യം നോട്ട് സി എന്ന് പറയുന്ന ഈ നോഡ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേറ്റർ പ്രിസിഡൻസ് വരുന്ന ആൻഡ് ആണ്, ഓർ. അത് കഴിഞ്ഞിട്ടാണ് ഓർ. ആൻഡ് ഇതിൻ്റെ ലെഫ്റ്റിലുള്ളത് ബി ആൻഡ് നോട്ട് സി. ഇനി വരുന്നത് ഓറാണ്, എ ഓർ ഇട്ട്. ഇതെങ്ങനെയാണ് 3 അഡ്രസ് കോഡിലേക്ക് ചെയ്യുന്നത്? ഇത് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ ഹൈ പ്രയോറിറ്റി നോട്ടിനാണ്. അപ്പോൾ അതൊരു ടെമ്പററി വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെയാണ് T1 ഈക്വൽ ടു നോട്ട് സി എന്ന് പറഞ്ഞാൽ T1 അസൈൻ ചെയ്തു. ഇനി T2 ഈക്വൽ ടു ബി ആൻഡ് നോട്ട് സി ആണ്. അപ്പോൾ ഈ നോട്ട് സിക്ക് നമ്മൾ ബി പ്ലേസ് ചെയ്യണം. T2 ഈക്വൽ ടു ബി ആൻഡ് T1 ആണ് നമ്മളോട് അസൈൻ ചെയ്തത്. ഇനി എന്ത് ചെയ്യണം? ഈ ടേമിനെ T2 ആയിട്ട് റീപ്ലേസ് ചെയ്യണം. സോ പുതിയൊരു അഡ്രസ് ആയിട്ടുള്ള T3 ഈക്വൽ ടു എ ഓർ T2. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് എ ലെസ് ദാൻ ബി ദെൻ 1 else 0. എ ലെസ് ദാൻ ബി ആണെങ്കിൽ 1 അസൈൻ ചെയ്യണം, എൽസ് അല്ലെങ്കിൽ വാല്യൂ 0 അസൈൻ ചെയ്യണം. ഇതാണ് തന്നിട്ടുള്ള കോഡ്. ഈ കോഡിൽ ഇതാണ് ബൂളിയൻ ആയിട്ടുള്ള എക്സ്പ്രഷൻ വരുന്നത്. ഈ കോഡിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ തന്നിട്ടുള്ള എ ലെസ് ദാൻ ബി എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള ഫോമാറ്റാണ്. ബൂളിയൻ എക്സ്പ്രഷൻ പറഞ്ഞല്ലോ, ഈഫ്, വൈൽ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ബൂളിയൻ എക്സ്പ്രഷൻസ് വരുന്നത്. സോ ഈഫ് എ ലെസ് ദാൻ ബി ദെൻ ഗോ ടു. ഞാനിവിടെ അഡ്രസ്സ് കൗണ്ട് ചെയ്തിട്ടുണ്ട്, ആ ടൈപ്പിൽ എഴുതിയത് മാത്രം. ഗോ ടു. അപ്പോൾ
എ ലെസ് ദാൻ ബി ദെൻ ഗോ ടു എന്നുള്ള ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എ ലെസ് ദാൻ ബി ദെൻ നമ്മളിവിടെ നേരത്തെ എഴുതിയ സീമാറ്റിക് ആക്ഷനിൽ പറയുന്നുണ്ട് ഇഫ് ഐ ഡി റീലോപ്പ് ഐ ഡി ഗോ ടു നെക്സ്റ്റ് പ്ലസ് 3 ഇപ്പോൾ ഉള്ള അഡ്രസ്സിൻ്റെ കൂടെ 3 ആഡ് ചെയ്തിട്ട് കിട്ടുന്ന അഡ്രസ്സിലേക്കാണ് ഗോ ടു ചെയ്യേണ്ടത്, ജമ്പ് ചെയ്യേണ്ടത്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് പ്ലസ് 3 ആഡ് ചെയ്ത്. അപ്പോൾ ഇപ്പോഴുള്ള അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ ഇഫ് എ ഐ ഡി റീലോപ്പ് ഐ ഡി ഇഫ് എ ലെസ് ദാൻ ബി ഇതാണ് ഫോർമാറ്റ്. ഐ ഡി റീലോപ്പ് ഐ ഡി ഇഫ് എ റീലോപ്പ് ഐ ഡി if id relop id then go to next plus 3. next എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ കറസ്പോണ്ടിങ് മെമ്മറി അഡ്രസ്. സോ 100 plus 3 അതോടെ കിട്ടി. then പിന്നെന്താ ഇവിടെ പറയുന്നത് then ന്യൂ വേരിയബിൾ ടെമ്പററി വേരിയബിൾ ഈക്വൽ ടു 0 അതാണ് ഞാനിവിടെ എഴുതിക്കുന്നത്. then a new temporary variable equal to 0. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ then go to നെക്സ്റ്റ് പ്ലസ് 2 എന്നിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലൂടെ 2 ആണ് ആഡ് ചെയ്യണം. ഇത് കഴിഞ്ഞു. ഇത് 101 102 ആയപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ കൂടെ 2 ഗോ ടു നെക്സ്റ്റ് പ്ലസ് 3 2. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 102 ആണ്. 102 പ്ലസ് 2 104ലേക്ക് ജമ്പ് ചെയ്യണം. അഗെയിൻ emit e dot place equal to 1. ഇത് ന്യൂ ടെമ്പററി വേരിയബിൾ ഈക്വൽ ടു 1. അതിനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദറ്റ് ഈസ് T1 ഈക്വൽ ടു ഞാൻ നേരത്തെ തന്നിട്ടുള്ള റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ കറസ്പോണ്ടിങ് സീമാറ്റിക് ആക്ഷൻ വെച്ചിട്ടാണ് ഞാനിവിടെ ടെമ്പററി 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. 3 അഡ്രസ് കോഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ഐ ഡി റീലോപ്പ് ഐ ഡി ദെൻ ഗോ ടു നെക്സ്റ്റ് പ്ലസ് 3 എ ന്യൂ വേരിയബിൾ ഈക്വൽ ടു 0 and go to next plus 2 then a new temporary variable equal to 1. Next problem is a greater than b and c greater than d or p less than or equal to a and not a. ഇത്രയും ഒരു വലിയ സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിനാണ് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും വലിയ സെൻറ്റൻസ് തരുമ്പോൾ ഇത് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ സിൻടാക്സ് ട്രീ ജനറേറ്റ് ചെയ്താലാണ് നമുക്ക് ഒന്നുകൂടി എളുപ്പം. സിൻടാക്സ് ട്രീ ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ആൻഡ് എ റൈറ്റ് വേർഷനിൽ എ ഗ്രേറ്റർ ദാൻ ബി എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ ഡി. അപ്പോൾ അത് രണ്ടും ഈ വേർഷൻ ചെയ്യും. ഇനി വരുന്നൊരു ഓറാണ് ഓർ. പിന്നെ വരുന്നത് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനി വരുന്നതിൽ പി ലെസ് ദാൻ ഈക്വൽ ടു എ ആൻഡ് ഫസ്റ്റ് ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് നോട്ട് എ ദെൻ ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് ട്രീ വരച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു സിൻടാക്സ് ട്രീ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓർഡറിലായിരിക്കണം നിങ്ങളതിൻ്റെ 3 അഡ്രസ് കോഡ് ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് ടു റൈറ്റ്. താഴെ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിലാണ് ഇതിൻ്റെ സിൻടാക്സ് കറസ്പോണ്ടിങ് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പ് ടു ബോട്ടം. അപ്പോൾ ഏറ്റവും ആദ്യം വന്നപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി. അതിൻ്റെ എ ഗ്രേറ്റർ ദാൻ ബിയുടെ കോഡ് എങ്ങനെ എഴുതാൻ നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. ഇങ്ങനെ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഐ ഡി റിലോപ്പ് ഐ ഡി. ഐ ഡി റിലോപ്പ് ഐ ഡി ആണെങ്കിൽ ഇഫ് ഐ ഡി റിലോപ്പ് ഐ ഡി ഗോ ടു നെക്സ്റ്റ് പ്ലസ് 3. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഗോ ടു നെക്സ്റ്റ് പ്ലസ് 3. 100ലാണ് ഞാൻ കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100 പ്ലസ് 3. ദെൻ ഇതല്ല എങ്കിൽ നമ്മൾ ന്യൂ ടെമ്പററി വേരിയബിളിലേക്ക് 0 എന്ന് അസൈൻ ചെയ്യുന്നുണ്ട്. അതാണ് T1 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 0 അസൈൻ ചെയ്തു. ദെൻ ഗോ ടു നെക്സ്റ്റ് പ്ലസ് 2. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 102 ആണ്. 102 പ്ലസ് 2 104. ഇനി 103 എന്ന് പറയുന്ന ഇതിലേക്ക് ഇതിൻ്റെ ഈഫ് പോർഷനായ T1 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 1 അസൈൻ ചെയ്യും. ഇതാണ് ഈഫിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചെയ്യും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ആൻഡ് ആണ്. പക്ഷേ അതിന് മുന്നേ ഈ പോർഷൻ എ ഗ്രേറ്റർ ദാൻ ബി ചെയ്ത് കഴിഞ്ഞാൽ സി ഗ്രേറ്റർ ദാൻ ഡി. സി ഇസ് ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. സി ഗ്രേറ്റർ ദാൻ ഡി ഗോ ടു നെക്സ്റ്റ് പ്ലസ് 3. നെക്സ്റ്റ് 104 ആണ്. 104 പ്ലസ് 3 107. ന്യൂ ടെമ്പററി വേരിയബിളിലേക്ക് 0 അസൈൻ ചെയ്തു. T1 യൂസ് ചെയ്തുകൊണ്ട് എടുത്ത ടെമ്പററി വേരിയബിൾ T2 എടുത്തു. T2 ഈക്വൽ ടു 0. Go to next plus 2. 106 plus 2 108. Again 107ലേക്ക് ഈ ടെമ്പററി വേരിയബിളിലേക്ക് 1 അസൈൻ ചെയ്യും. ഈ ഒരു ഈഫിൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി സി ഗ്രേറ്റർ ദാൻ ജി.
ഇനി നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ ഡി ആണ്. അപ്പം ഈ ആൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇതറിയാം നമുക്ക് T1 എങ്കിലും ഇത് നമ്മൾ T2 ആണുള്ളത്. അതാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. T3 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് T1 ആൻഡ് T3 അസൈൻ ചെയ്യും. T1 ആൻഡ് T3. ഇനി നമ്മൾ അലൈൻമെൻ്റ് അപ്പോൾ ഇത് ചെയ്തു. ഇനി നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ താഴേക്ക് വന്നു. P ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q. P A ലെസ് ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി പോലെ തന്നെയാണ് P ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയും. അപ്പോൾ അതുപോലെ തന്നെ എഴുതി ഇഫ് P ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, Q അല്ല തെറ്റിപ്പോയതാണ്. P ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഗോ ടു നെക്സ്റ്റ് പ്ലസ് 3, 109 പ്ലസ് 3 112. ഇനി എന്താ എഴുതേണ്ടത്? എറ്റ് ന്യൂ ടെമ്പററി വേരിയബിൾ ഈക്വൽ ടു 0 എന്ന് അസൈൻ ചെയ്തു. നെക്സ്റ്റ് പ്ലസ് 2, 112 പ്ലസ് 2 113. ദെൻ 112 ഈ ടെമ്പററി വേരിയബിളിലേക്ക് 1 അസൈൻ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ചെയ്യാൻ ബാക്കിയുള്ളത് ഈ ഒരു പോർഷനാണ്. ഇത് ഇത്രയും ചെയ്തു. ഇനി ചെയ്യാനുള്ള ഈ പോർഷൻ നോട്ട് എ ചെയ്യണം. ഇത് കഴിഞ്ഞ് ആൻഡ് ചെയ്യണം. ആൻഡ് ചെയ്യുമ്പോൾ ഈ വേരിയബിൾ ആൻഡ് ഇത് ഇതാണ് എഴുതിയിരിക്കുന്നത്. T5 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നോട്ട് എ അസൈൻ ചെയ്തു. ഇനി T6ലേക്ക് T4 ആൻഡ് T5 ചെയ്തു. അത് T6ലുണ്ട്. ഇനി T7ൽ T3 or T6. This is your intermediate code generation of this boolean expression. ഇതിൻ്റെ കറസ്പോണ്ടിങ് സിമാറ്റിക് ആക്ഷൻ മനസ്സിലായി. ഈ 2-3 ആക്ഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു.